ഓണത്തിന്റെ ലീവിന് പോകാൻ വേണ്ടിട്ട് ഇനി ഒരു ഒറ്റ ദിവസം വർക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നേരെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നേരെ നമ്മൾ KFC-യിലാണ് പോയി. കൊതി എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു കൊതി അവിടുത്തെ ബർഗർ കഴിക്കാൻ വേണ്ടി. ഒരു സിംഗർ ബർഗറും പിന്നെ അതിന്റെ കൂടെ എന്തൊക്കെയോ ഓർഡറും കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് വെയിറ്റ് ചെയ്തത്. അവിടെ നിന്ന് കഴിക്കാനുള്ള സമയമൊന്നുമില്ല, വേറെ കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് പാഴ്സൽ വാങ്ങിയിട്ട് നേരെ ഒരു ഷോപ്പിലാണ് പോയത്. ഓണത്തിന്റെ പട്ടുപാവാടേന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുപ്പിവള വാങ്ങാൻ മറന്നിട്ടുണ്ട്. ഈ വെറൈറ്റി കുപ്പികളെ കണ്ടപ്പോൾ തന്നെ എന്റെ കണ്ണങ്ങട് തള്ളിപ്പോയി. അതും വാങ്ങി നേരെ പോയിട്ട് ബർഗർ എല്ലാം കഴിച്ചിട്ട് ഒരു കൊറിയർ ഓപ്പൺ ചെയ്യാണ്ടായിരുന്നു. മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം കാലിയായിരിക്കാണ് കേട്ടോ. ഒറ്റയടിക്ക് പേർപ്പിളിൽ കയറിയിട്ട് ഒരുമിച്ച് അങ്ങ് ഓർഡർ ചെയ്യും. ആദ്യമായിട്ടാണ് കേട്ടോ എല്ലാ പ്രൊഡക്റ്റും ഇങ്ങനെ ഒരുമിച്ച് ഞാൻ ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ബില്ല് തുറന്നു നോക്കാനുള്ള ഒരു ത്രാണി എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ ചുരുട്ടി മടക്കി ഒറ്റ അപ്പുറത്തേക്ക് കയറും. അത് പിന്നെ വീണ്ടും വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നെഞ്ചുവേനെടുത്ത് ചത്തും. ഞാൻ കുറെ നാളായിട്ട് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ ഈ അക്കുലോജിക്കേണ്ട മോയ്സ്ചറൈസർ. ഇതിനെ പറ്റി ആധികാരികമായി പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നു. അടുത്തയിൽ ഉണ്ടായിരുന്നത് മാൾസിന്റെ ഒരു കാജലും പിന്നെ ഒരു മസ്കാരയും പിന്നെ ഫോക്സ് ടെയിലിന്റെ ഒരു സൺസ്ക്രീനും. ഇതൊന്നും ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഗേൾസിനൊക്കെ എന്തായാലും അറിയുന്ന സാധനങ്ങളല്ലേ ഇതൊക്കെ. ഇതിലൊരു ഒറ്റ പ്രൊഡക്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുള്ളത്. ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ലോണം ട്രെൻഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക് അപ്പം മുതൽ വാങ്ങണം എന്ന് ഓർത്ത് വെച്ച സാധനമായിരുന്നു. എന്ത് വാങ്ങിയാലും ലിപ്സ്റ്റിക് വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ലിപ്സ്റ്റിക് ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. പിന്നെയുള്ള വീഡിയോസ് ഒക്കെ നാട്ടിലെ വിശേഷങ്ങളും ഓണത്തിന്റെ വീഡിയോസ് ഒക്കെയും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം.